ഹായ് ഇന്നലെ ഞങ്ങളുടെ പള്ളിയിലെ കപ്പേളയിൽ പെരുന്നാളായിരുന്നേ. മഴ കാരണം ഇച്ചിരി ലേറ്റ് ആയിട്ടാണ് ഞങ്ങൾ പോയത്. ലീവിന് വന്ന കറക്റ്റ് സമയത്ത് പെരുന്നാളായ കാരണം ഞങ്ങൾക്ക് എല്ലാവർക്കും പെരുന്നാൾ കൂടാൻ പറ്റി. ഞാൻ വിചാരിച്ച മഴയായ കാരണം ആളൊക്കെ കുറവായിരിക്കുന്നതായിരിക്കുന്നു കേട്ടോ. പക്ഷെ ചെന്ന് കഴിഞ്ഞപ്പോൾ മനസ്സിലായി ഈ മഴയൊന്നും ഒരു റീസണേ അല്ല പെരുന്നാൾ കൂടാതിരിക്കാൻ എന്നും പറഞ്ഞുകൊണ്ട് നിറച്ച ആളുണ്ടായിരുന്നു. വഴിയിൽ ഞങ്ങളുടെ പള്ളി തൊട്ട് കപ്പേള വരെ ലൈറ്റ് ഉണ്ടായിരുന്നേ. ഞങ്ങളിതെല്ലാം കണ്ട് ആസ്വദിച്ച് പെട്ടെന്ന് കപ്പേളയിലോട്ട് അങ്ങ് എത്തി. അവിടെ ചെന്നപ്പോൾ അതിൽ കൂടുതൽ ലൈറ്റും അറേഞ്ച്മെൻറ്റ്സും ഒക്കെ ഉണ്ടായിരുന്നു. എല്ലാം കണ്ടുകൊണ്ട് നിന്ന് പുണ്യാളൻ്റെ അടുത്ത് കയറി പ്രാർത്ഥിച്ച് നേർച്ചയൊക്കെ ഇട്ടു. അപ്പോൾ അവിടെ ബാൻഡ് മേളമൊക്കെ നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ കുറച്ച് നേരം അത് കേട്ടങ്ങ് നിന്നു. ബാൻഡ് മേളമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നിൽക്കുമ്പോഴത്തേക്കും അവിടെ സദ്യക്ക് സമയമായിരുന്നു. അപ്പം ഞങ്ങൾ ഓരോ പ്ലേറ്റ് അങ്ങ് മേടിച്ച് ലൈനിലങ്ങ് നിന്ന് സദ്യക്ക് റെഡിയായി. എന്നിട്ട് അവിടെ ചെന്ന് സദ്യ അങ്ങ് മേടിച്ചു. നല്ല വെജിറ്റബിൾ സദ്യയായിരുന്നു. സാമ്പാറും തോരനും അവിയലും മാങ്ങാച്ചാറും ഇഞ്ചിക്കറിയൊക്കെ കൂട്ടി നല്ലൊരു പിടി പിടിച്ചു. നല്ല ചൂടോടെയുള്ള നല്ല സദ്യ. നമ്മൾ വീട്ടിലൊക്കെ എത്ര സദ്യ ഉണ്ടാക്കി കഴിച്ചാലും ഇതുപോലെ പോയി കഴിക്കുന്ന ഫുഡിൻ്റെ ടേസ്റ്റ് വരാറില്ല അല്ലേ. അതുകൂടാണ്ട് അവിടെ നല്ല ചെറിയ ഗോതമ്പിൻ്റെ പായസം ഉണ്ടായിരുന്നു കേട്ടോ. ചെറു ചൂടോടെ അത് കുടിക്കാൻ നല്ല ടേസ്റ്റായിരുന്നു. പിള്ളേരും ഞങ്ങളൊക്കെ ആസ്വദിച്ച് പായസവും കുടിച്ചു. അക്കുമോക്ക് പായസം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ആദ്യം ചൂടായിട്ട് അവളൊന്നും അരച്ചെങ്കിലും പിന്നെ അവൾ ഇരുന്ന് നന്നായിട്ട് കുടിച്ചിട്ട് നല്ല യമ്മി അമ്മയെന്ന് പറഞ്ഞു. പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേക്കും ആൻസും ഫാമിലിയൊക്കെ വന്നായിരുന്നു. അവരും ഫുഡ് മേടിച്ച് കഴിച്ചു. അവരോടൊക്കെ സംസാരിച്ച് അങ്ങനെ കുറച്ച് നേരം ഇരുന്നപ്പോഴത്തേക്കും വെടിക്കെട്ടും പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം കണ്ടിങ്ങനെ ആസ്വദിച്ച് പിന്നെ ഇതിലേക്ക് നടന്ന് അവിടുത്തെ അലങ്കാരപ്പണികളും കൊടയും കുരിശും അങ്ങനെ ഓരോന്നൊക്കെ കണ്ടിങ്ങനെ കുറച്ച് നേരം നടന്നു. പിന്നെ കാണിച്ചില്ലല്ലോ, ഇതാട്ടോ ഞങ്ങളുടെ പുണ്യാളൻ, കപ്പേളയിലിരിക്കുന്ന പുണ്യാളൻ. അപ്പം പരിചയപ്പെടുത്തിയില്ല എന്നാരും പറയരുത്, ഇതാണ് ഞങ്ങളുടെ പുണ്യാളൻ. കൊടയും കുരിശൊക്കെ കണ്ടോ. ഇതൊക്കെയാണല്ലേ പെരുന്നാളിൻ്റെ ഹൈലൈറ്റ്സ് എന്ന് പറയുന്നത്. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് നേരം അവിടെ നിന്ന് പരിചയക്കാരോടൊക്കെ സംസാരിച്ചതിന് ശേഷം അങ്ങോട്ട് പോയി. പിള്ളേർക്ക് ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞു. ഇതും ഒരു ഒഴിച്ചുകൂടാത്ത ഒരു ഘടകമല്ലേ, പെരുന്നാളിൽ നിന്ന് ഒരു ഐസ്ക്രീം മസ്റ്റാണ്. അപ്പോൾ അവരുടെ ഫേവറേറ്റായ സ്ട്രോബെറി ഫ്ലേവർ മേടിച്ചു കൊടുത്തു. അത് നിന്ന് കഴിക്കുന്നത് കണ്ടോ. ഞാൻ വിചാരിച്ച് ഇവളുമാർ ഇത് ഫുള്ള് കഴിക്കത്തില്ലെന്ന്. പക്ഷേ എനിക്കൊരു തുള്ളി പോലും കിട്ടിയില്ല. അവർ ഫുള്ളത് കഴിച്ചു. പിന്നെ പെട്ടിക്കടയിൽ പോയി. പെട്ടിക്കടയിൽ ചെന്ന് കഴിഞ്ഞാൽ പറയണ്ടല്ലോ, നമ്മളും പിള്ളേരായിപ്പോവും. നമ്മളും നിന്ന് ഞങ്ങൾ ഒത്തിരി സാധനങ്ങൾ മേടിച്ചു. കുപ്പിവളയും തലയിലിടുന്ന ക്ലിപ്പും കമ്മലും. എത്ര വലിയ കടയിൽ പോയി മേടിച്ചാലും കിട്ടാത്തൊരു സാറ്റിസ്ഫാക്ഷനാണ് ഈ പെട്ടിക്കടയിൽ നിന്ന് മേടിക്കുന്നത് അല്ലേ. അങ്ങനെ ഒന്നും പറയാനില്ല. ഞങ്ങൾ പെരുന്നാൾ നന്നായി അങ്ങ് ആഘോഷിച്ചു. ശരിക്കും എൻജോയ് ചെയ്തു. ഒത്തിരി വർഷം കൂടി കിട്ടിയതല്ലേ, അപ്പോൾ ശരിക്കും എൻജോയ് ചെയ്തു. അപ്പം നിങ്ങൾ പെരുന്നാൾ കൂടി ഒഴിക്കൊല്ലോ കൂടി ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.